നമസ്കാരം. കേരളത്തിൽ ഒരു സ്വർണ്ണക്കടത്തിന്റെ വാർത്ത വന്നിട്ട് ആരും ഞെട്ടുന്നില്ല. തലസ്ഥാനത്തെ വിശ്വ പൗരൻ എംപിയുടെ പൊളിറ്റിക്കൽ നിയമനമായിട്ടുള്ള സ്റ്റാഫ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് 1/2 കിലോ സ്വർണം കടത്താൻ ശ്രമിച്ചത് കസ്റ്റംസ് കൈയോടെ പിടിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ആർക്കും ഞെട്ടലുമില്ല. അത് സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല, സംശയങ്ങളില്ല, ചർച്ചകളില്ല. എത്ര കരുതലാണ് നമ്മുടെ നാട്ടിലെ ചില മനുഷ്യന്മാർക്ക്. ഇതേ സംഭവം, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ എം പിയുടെ പൊളിറ്റിക്കൽ നിയമനം, അദ്ദേഹത്തിന് ഡൽഹിയിൽ വരുമ്പോൾ വിമാനത്താവളങ്ങളിൽ സഹായം ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്നെ നിയമിച്ച ശിവകുമാർ പ്രസാദ് എന്ന വ്യക്തി 1/2 കിലോ സ്വർണം കടത്താൻ ശ്രമിച്ചപ്പോൾ കൈയോടെ അത് കസ്റ്റംസ് പിടിക്കുമ്പോൾ അതിൽ ശശി തരൂരിന് ഉത്തരവാദിത്വമുണ്ടെന്ന് പറയേണ്ടി വരുന്നത്. ശശി തരൂരിന്റെ എം പി എന്നുള്ള നിലയ്ക്കുള്ള കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നത്. അതായത് എയർഡ്രോം കാർഡ് എന്ന് പറയുന്ന എം പിമാർക്ക് യാത്ര ചെയ്യാനും അവർക്ക് പരിശോധന ഇല്ലാതെ പുറത്തേക്ക് വരാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തിട്ടുള്ള കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നിയമിച്ച ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലേ? ചർച്ച ചെയ്യണ്ടേ? ആർക്കും ഒരു ആശങ്കയില്ല. ഈ വ്യക്തി എത്ര തവണ സ്വർണം കടത്തി എന്ന് ഇവിടത്തെ മാധ്യമങ്ങൾക്ക് ചോദ്യമേ ഇല്ല. ആർക്കു വേണ്ടി കടത്തി? ഈ സ്വർണം കടത്താൻ വേണ്ടി ശശി തരൂർ ഏതെങ്കിലും നിലയ്ക്ക് ഇടപെട്ടിട്ടുണ്ടോ? ഇതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം. ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ള ആവശ്യങ്ങൾ എവിടെയെങ്കിലും പ്രചരിക്കുന്നുണ്ടോ? ഇതേ വിഷയം നമ്മൾക്കൊന്ന് പിണറായിയുടെ വിഷയമായി കൂടി ഒന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ട്. കാര്യം ചില കാര്യങ്ങൾ അങ്ങനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴല്ലേ ഇരട്ടത്താപ്പിനെ കുറിച്ച് ജനത്തിന് മനസ്സിലാകുള്ളൂ. സമാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കറിന്റെ പേരിൽ ഉയർന്നു വന്ന ആരോപണം. അതായത് നയതന്ത്ര പാക്കേജ് വഴി സ്വർണം കടത്തുന്നു. അതിൽ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു ബന്ധം വരുന്നു. ആ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കുറെ കാലമായി എന്തെല്ലാം കഥകളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത്. ഒരു പൊളിറ്റിക്കൽ നിയമനമല്ല, ഒരു IAS ഉദ്യോഗസ്ഥൻ അയാളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു സ്ത്രീയുമായിട്ട് ബന്ധം സൂക്ഷിക്കുന്നു. ആ സ്ത്രീ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായി വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട്. മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇടപെട്ടു എന്ന് ഇതുവരെ 3 കേന്ദ്ര അന്വേഷണ ഏജൻസി ഇവിടെ വട്ടമിട്ട് പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു സിംഗിൾ തെളിവ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയ്ക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ ശശി തരൂരിന്റെ വാർത്ത വരുമ്പോൾ ഞെട്ടണ്ടേ? അവർ എങ്ങനെയാണോ ശിവശങ്കറിന്റെ പേരിൽ ഉണ്ടാക്കിയ കഥകൾ അതേ രീതിയിൽ ശിവകുമാർ പ്രസാദ് എന്ന ശശി തരൂരിന്റെ PA കാര്യത്തിലും അവർ കഥകൾ മെനയണ്ടേ? ചോദ്യങ്ങൾ ഉന്നയിക്കണ്ടേ? എന്തുകൊണ്ടുണ്ടാകുന്നില്ല? പ്രത്യേകിച്ച് നമ്മുടെ മാപ്രകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആവലാതിയില്ല, ഒരു ആശങ്കയുമില്ല, ഒരു വെപ്രാളവും ഇല്ല. ശശി തരൂർ രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടി അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഞാൻ ധർമ്മശാലയിലായിരിക്കുമ്പോഴാണ് എയർപോർട്ട് ഫെസിലിറ്റേഷൻ സഹായത്തിന് എനിക്ക് പാർട്ട് ടൈം സേവനം നൽകുന്ന മുൻ സ്റ്റാഫ് അംഗവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന സംഭവം അറിഞ്ഞത്. അറസ്റ്റിലായ ശിവകുമാർ പ്രസാദ് എന്ന വ്യക്തി 72 വയസ്സ് പ്രായമുള്ളതും സർവീസിൽ നിന്ന് വിരമിച്ച ആളുമാണ്. 2 കിഡ്നിക്കും രോഗം ബാധിച്ച് പതിവായി ഡയാലിസിസ് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഈ ആളിനെ മാനുഷിക പരിഗണനയുടെ പേരിൽ പാർട്ട് ടൈമായി നിലനിർത്തിയതാണ്. ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല. വിഷയം അന്വേഷിച്ച് ആവശ്യമായ നടപടിയെടുക്കാനുള്ള അധികാരികളുടെ ഉത്തരവാദിത്വത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. ഈ ഒരു പോസ്റ്റോടുകൂടി എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഇതേ ഒരു പോസ്റ്റ് ശിവശങ്കറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമായിരുന്നു. അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. തരൂർ അത് ചെയ്യില്ല. നിങ്ങൾക്ക് വല്ലാത്ത വിശ്വാസ്യതയാണ്. പക്ഷേ ഇവിടെ തൊഴിലാളി പാർട്ടിയുടെ നേതാക്കന്മാർ അവരെല്ലാം പ്രശ്നക്കാരാണ്. അവരെന്ത് ചെയ്താലും നമ്മൾ കഥമനയും. അതാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന കുറെ സവർണ സംഘികളുടെ മനോഭാവം. അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഈ വിഷയത്തെ ഇല്ലാത്ത മേഖലകളിലേക്ക് ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നു, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നു. പക്ഷെ ശശി തരൂർ ഉൾപ്പെട്ടപ്പോൾ അദ്ദേഹം നിയമിച്ച ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗം ഇത് ചെയ്യുമ്പോൾ ആ പേഴ്സണൽ സ്റ്റാഫ് അംഗം ഒരു പൊളിറ്റിക്കൽ നിയമനമാണെങ്കിൽ ആ ഒരു വ്യക്തിയെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ശശി തരൂർ നിയമിച്ചത് സ്വർണം കടത്താൻ വേണ്ടിയാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല? അങ്ങനെ ഒരു ആക്ഷേപത്തിന് അവിടെ സ്കോപ്പില്ലേ? ഒരു വലിയ അന്വേഷണം വേണ്ടേ? എത്ര തവണ ഇയാൾ സ്വർണം കടത്തിയിട്ടുണ്ട്? എത്ര കോടി രൂപ ഇതിലൂടെ ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്? രാജ്യദ്രോഹ കുറ്റമാണ്. സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി വിശ്വസിക്കുന്നവർ എന്തുകൊണ്ട് ശിവകുമാർ പ്രസാദ് എന്ന വ്യക്തി ചെയ്ത ഈ കുറ്റകൃത്യത്തെ വളരെ ലഘൂകരിച്ച് കാണുന്നുണ്ട്? നിങ്ങൾക്ക് ഇരട്ടത്താപ്പ് ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വ്യക്തികൾ ഉണ്ടല്ലേ?
മുഖങ്ങൾ ഉണ്ടല്ലേ, ജാതിയും മതവും ഒക്കെ ഉണ്ടല്ലേ, പ്രിവിലേജുകൾ ഉണ്ടല്ലേ. അത് ചിലരുടെ കാര്യത്തിൽ മാത്രം. അവർക്ക് നമ്മൾ അങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അവരെ നമ്മൾ അങ്ങ് ബ്രാൻഡ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് വിട്ടിരിക്കുകയാണ്. അവർക്കെതിരെ എന്ത് വന്നാലും നമ്മളുടെ പ്രശ്നമല്ല. ഇതിനെ തന്നെയാണ് നിങ്ങളെ ചോദ്യം ചെയ്യുന്നത്. തരൂറിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തി ചെയ്ത കാര്യം അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ശശി തരൂറിനെ എന്ത് പങ്കുണ്ടെന്ന് അന്വേഷിക്കണ്ടേ? നിങ്ങൾ എന്തുകൊണ്ട് നാവ് ഉയർത്തി അത് പറയുന്നില്ല? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ, അയാൾ സൂക്ഷിച്ചിരുന്ന ഒരു പേഴ്സണൽ ബന്ധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ത്രീ, അവർ നയതന്ത്ര ബാഗേജിലൂടെ കടത്താൻ ശ്രമിച്ചതും ഇത് MP പ്രിവിലേജ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് കടത്തിയ സ്വർണവും രണ്ടും മാത്തമാറ്റിക്സ് തന്നെയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എന്തൊക്കെയാണോ അത് തന്നെ തരൂറിനെതിരെ ഉയരേണ്ടതുണ്ട്. ഇവിടെ പേഴ്സണൽ സ്റ്റാഫ് എന്തെങ്കിലും ചെയ്തതിൽ ശശി തരൂർ എന്ത് പിഴച്ചു എന്ന് ചോദിച്ച് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന, നിഷ്കളങ്കമാക്കുന്ന കോൺഗ്രസ്കാരോട് പറയാനുള്ളത്, ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയ്ത കാര്യത്തിൽ പിണറായി വിജയൻ എന്ത് പിഴച്ചു, മുഖ്യമന്ത്രി എന്ത് പിഴച്ചു എന്ന് ലാഘവത്തിൽ നിങ്ങൾ കാണാൻ പറ്റുന്നില്ല. ഈ കൊടുത്താലേ കൊല്ലത്തും കിട്ടും. തേടി വരും ചില കാര്യങ്ങൾ. അന്ന് ഇതേ നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യത്തെ ജനങ്ങളെ കാണിക്കേണ്ടതുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തൊക്കെ നുണകൾ, എന്തൊക്കെ നട്ടാൽ കുരുക്കാത്ത വ്യാജ കഥകൾ നിങ്ങൾ പറഞ്ഞുണ്ടാക്കി. പക്ഷേ തരൂറിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ പുലർത്തുന്ന ഈ നിശബ്ദത, ഈ മൗനം, ഇത് ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പിണറായി വിജയനെതിരെ ആവേശത്തോടെ ആഞ്ഞടിച്ചവർ, ശശി തരൂറിന്റെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ സ്വർണം കടത്തി കൈയോടെ പിടിക്കപ്പെടുമ്പോൾ അതിൽ തരൂറിന് പങ്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുകയും അതിനനുസരിച്ച് മാധ്യമങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നാട് കാണുന്നുണ്ടല്ലോ. സ്വർണ്ണക്കടത്ത് പറയുന്നത് ഒരേ കുറ്റകൃത്യമാണ്. അത് ആര് ചെയ്താലും ഒരേ തരത്തിലുള്ള നടപടി വേണം. അല്ലാതെ പിണറായി വിജയന്റെ ഓഫീസിൽ ഇരിക്കുന്ന ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടാകുകയും അത് ഒരു വലിയ അപരാധമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ നേതാവ്, വിശ്വപൗരൻ, ഒരു MP ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹം നിയമിച്ച പേഴ്സണൽ സ്റ്റാഫ് അതേ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അത് വേണ്ട വിധേയനെ ചർച്ച ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് അത് തരുന്ന സന്ദേശം? ആ ഒരു സന്ദേശം നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ തൊഴിലാളി പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർ എന്ത് ചെയ്താലും അത് വലിയ ചർച്ചയാക്കുന്ന സവർണ മാടമ്പിത്തരത്തിന്റെ ആ കഥമെനയിൽ നിങ്ങൾ കാണേണ്ടത്. സവർണ മാടമ്പിത്തരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ശശി തരൂറിന് എല്ലാത്തരം പ്രിവിലേജും ചേർത്ത് പിടിക്കാനും ഒതുക്കി നിർത്താനും അദ്ദേഹം ചെയ്യുന്നതിനെ ലഘൂകരിച്ചും നിസ്സാരവൽക്കരിച്ചു വിടാനും ഇവിടെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് മാധ്യമങ്ങളെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയ ഒരവസരം കൂടിയാണ് ഈ സ്വർണ്ണക്കടത്തെന്ന് നിസ്സംശയം പറയാൻ കഴിയും.